നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ പലപ്പോഴും ഇന്ത്യൻ മണി കാണാറില്ല. നമ്മൾ എയർപോർട്ട് വരെ നമുക്ക് നമ്മുടെ കാർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയൻ ഡോളർ ഉപയോഗിക്കാം. പക്ഷേ എയർപോർട്ടിന് ശേഷം നമ്മൾ ഒരു തട്ടുകടയിൽ കയറി ഒരു ചായ കുടിക്കണമല്ലോ, അതല്ല ഹോട്ടലിൽ കയറി ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകണേലോ ഒക്കെ നമ്മുടെ ഇന്ത്യൻ മണി വേണം. അത് പലപ്പോഴും നമ്മുടെ കാണില്ല. പിന്നെയുള്ളത് നമ്മുടെ കാർഡായിരിക്കും. കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ചാർജാകും. പക്ഷേ ഇന്ത്യൻ മണി നമുക്ക് മേടിക്കാനും വിൽക്കാനും പറ്റിയൊരു സ്ഥലമാണ് മെൽബണിലുള്ള ഫോറക്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മണി മേടിക്കാം അല്ലെങ്കിൽ വിൽക്കാം. അത് ചെയ്യുന്ന ആരനാണ് നമ്മളോട് ഉള്ളത്. ആരൻ ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതാണ്. ആരാ, നമസ്കാരമുണ്ട്. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. ആരൻ എവിടെ? നാട്ടില്? ഞാൻ നാട്ടില് കോട്ടയത്താണ്. പാലയടുത്തൊക്കെ, പള്ളിക്കത്തോട് എന്നാണ് പ്രോപ്പർ സ്ഥലത്തിന്റെ പേര്. ഓക്കെ. ഞാൻ അവിടെ ആയിരുന്നു. പിന്നെ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ UAE-ലായിരുന്നു. പിന്നെ നാട്ടിലോട്ട് മൂവ് ചെയ്തു, പിന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഫാമിലിയൊക്കെയായിട്ടാണോ അതോ? അല്ലല്ല, ഞാൻ പഠിക്കാൻ വന്നതാണ്. പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങി. വളരെ ഉപകാരമാണ് കേട്ടോ. കാരണം എന്നെ പോലെയുള്ള സംബന്ധിച്ചുള്ള ആൾക്കാരും പറ്റും, നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ പൈസ കൊണ്ടുവരാൻ പറ്റില്ല. അതെ. അല്ലേ? പക്ഷെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ ടാക്സി വിളിക്കണേ നമ്മുടെ പൈസ ഇല്ല, പുറത്തിറങ്ങി ഒരു കട്ടൻ ചായ കുടിക്കണേ നമ്മുടെ പൈസ ഇല്ല, പുറത്തിറങ്ങി പിള്ളേർക്ക് ഇച്ചിരി ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന പൈസ ഇല്ല. എങ്ങനെ പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു വീക്കെൻഡ് ആണെങ്കിൽ ബാങ്ക് തുറക്കാതെ നമുക്ക് പൈസ കിട്ടില്ല. ഒരുപാട് കടമ്പകളുണ്ട് നമുക്ക്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളെ സഹായിക്കാനായിട്ടാണോ ഈ പ്രസ്ഥാനം തുടങ്ങി? തീർച്ചയായിട്ടും അതെ. നമുക്കിപ്പം പല കറൻസീസ് ഉണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഇപ്പം ഇന്ത്യൻ കറൻസീസ് നമ്മൾ വിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നമുക്കിപ്പം അത്യാവശ്യത്തിന് പൈസ സ്പെൻഡ് ചെയ്യാനായിട്ടില്ലെങ്കിൽ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് നമ്മൾ സർച്ച് ചാർജും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ എല്ലായിടത്തും കാർഡ് എടുക്കണമെന്ന് നിർബന്ധവും ഇല്ല. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ തീർച്ചയായും നമ്മളെപ്പോഴും നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഉണ്ട്, നമ്മളെപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. കുറച്ചെങ്കിലും വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി. നമ്മൾ Monday to Friday 10 to 6 നമ്മൾ ഓപ്പൺ ആണ്. അത് ഓസ്ട്രേലിയയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കുമോ? തീർച്ചയായിട്ടും. നമുക്കിപ്പം $5,000 വരെ ആണെങ്കിൽ ലിമിറ്റ് എങ്കിലും നമുക്ക് ഓസ്ട്രേലിയ പോസ്റ്റ് വഴി നമുക്ക് അയച്ചു കൊടുക്കാം. അതിന് മുകളിലാണെങ്കിൽ മാത്രം നമ്മൾ ഇവിടെ വന്ന് സ്റ്റോറിൽ വന്ന് സ്പ്ലിറ്റ് ചെയ്താണ് മേടിച്ചത്. അത്യാവശ്യം നല്ലൊരു ആണ്. നാട്ടിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു 10,000-20,000 രൂപ കിട്ടിയാൽ മതി. 1-2 ദിവസം നമുക്ക് അത് എന്തായാലും ചെയ്യാൻ കാര്യം. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ എയർപോർട്ടിലൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇന്ന് മാത്രം പൈസ ടാക്സിക്കാരന് കൊടുക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കുറച്ച് പൈസ ഒക്കെ നമ്മുടെ കാണും. ആ പൈസ ഇവിടെ വന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ മേടിക്കും. കൂടുതലായിട്ടും ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇപ്പം മലയാളികൾ ഒരുപാട് ആൾക്കാർ യൂറോപ്പ് ട്രിപ്പുകളൊക്കെ ചെയ്യാറുണ്ട്. തീർച്ചയായും ഇല്ലേ? അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള പൈസ ഉണ്ടോ അവിടെ? പിന്നെ ഇല്ല, നമ്മളിപ്പം ട്രാവൽ ഏജൻസ് ആയിട്ട് നമ്മൾ ബിസിനസ് നമ്മൾ ഇടയ്ക്ക് നടത്താറുണ്ട്. അപ്പോൾ അവർ വലിയ ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ടായിരിക്കും, നമ്മൾ 10-15 പേരൊക്കെ ആയിട്ടായിരിക്കും അവർ യൂറോപ്പിലോട്ട് പോകുന്നത്. അപ്പം ഓരോ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു $1,000 വെച്ചാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 10,000-15,000 ആയി. നമുക്ക് യൂറോപ്പിന് പോകുന്ന ആൾക്കാർക്ക് യൂറോ വേണമായിരിക്കും. UK അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് പിന്നെ അവർക്കും പൈസ ഇത് ചെയ്യണം. നമ്മളിപ്പം ആക്ച്വലി എല്ലാ മേജർ കറൻസീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. US പൗണ്ട്സ്, യൂറോസ്, ന്യൂസിലൻഡ് ഡോളേഴ്സ്, കനേഡിയൻ ഡോളേഴ്സ്, എല്ലാം മേജർ കറൻസീസ് എല്ലാം നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ട്. അത് കൂടാതെ നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇപ്പം ബാലിക്ക് അല്ലെങ്കിൽ തായ്ലൻഡ്, വിയറ്റ്നാം ഒക്കെ പോകുന്ന ഒരാൾക്കാരാണ്. അവർ ആ കറൻസീസ് നമ്മൾ എപ്പോഴും സ്റ്റോക്കുള്ള കറൻസീസാണ്. പിന്നെ ഇപ്പം അത്ര കോമൺ അല്ലാത്ത കറൻസി ആണെങ്കിൽ പോലും നമുക്കത് ഓർഡർ ചെയ്ത് നമുക്കത് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊരു പൈസ ഇവിടെ നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ എന്താ പ്രൂഫ് വേണ്ടത്? നമുക്കിപ്പം $1,000 താഴെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് നെയിമും നമ്മുടെ പേരും ഫോൺ നമ്പർ മാത്രം മതി. അല്ലെങ്കിൽ ആണെങ്കിൽ പോലും നമ്മൾ ഡ്രൈവേഴ്സ് ലൈസൻസ് കൊണ്ടുവരുവാണെങ്കിൽ അത് മാത്രം മതി. പിന്നെ വലിയ ട്രാൻസാക്ഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് പ്രൂഫ് ചിലപ്പോൾ വേണ്ടി വരും. ഇപ്പം 2 ഫോം ഓഫ് ID വേണ്ടി വരും. നമ്മൾ ഡ്രൈവേഴ്സ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ലൈസൻസ് അല്ലെങ്കിൽ മെഡിക്കൽ കാർഡ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാവുന്നതാണ്. സേഫായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാം. അല്ലെങ്കിൽ മണി ലോണ്ടറിങ്ങിലൊക്കെ പിന്നെ നമുക്ക് ഓസ്ട്രാക് രജിസ്ട്രേഷനുള്ള ഇവിടുത്തെ ഓസ്ട്രേലിയൻ മറ്റേ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള നമുക്കുള്ള അഫിലിയേഷൻ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ആ കാര്യത്തിലൊക്കെ
വളരെ ശ്രദ്ധിച്ചിരിക്കണം. തീർച്ചയായും. അതെ അതെ അതെ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോഴാണ് കണ്ടത് ഒരുപാട് ആൾക്കാർ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ, ഇത്രയ്ക്ക് ആൾക്കാർ ഇവിടെ വന്ന് ഈ സർവീസ് സ്വീകരിക്കുന്നുണ്ടെന്ന്. അതെ അതെ. അത് കൂടുതലും ഞാൻ കാണുന്നത് നമ്മുടെ യൂറോപ്യൻസ് ആണ് തോന്നുന്നല്ലേ? യൂറോപ്യൻസ് ഉണ്ട് ഇവിടുന്ന്, പിന്നെ പുറത്ത് ഇറ്റാലിയൻ കമ്മ്യൂണിറ്റി നമുക്ക് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഗ്രീക്ക് കമ്മ്യൂണിറ്റി വരുന്നുണ്ട്, പിന്നെ ഒത്തിരി പേര് ഈ എന്താ പറയുന്നത് വർക്കിംഗ് ഹോളിഡേ വീസസ് വരുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെയാണ്. പിന്നെ ഇവിടുന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പം ഏഷ്യൻ കറൻസീസിലോട്ട് പോകുന്ന മറ്റേ ബാലി, തായ്ലൻഡ്. ഇപ്പം എനിക്കൊന്നൊരു തായ്ലൻഡിന്റെ ഒരു സീസൺ ആണ്. അതുകൊണ്ടാണ് ബാലിക്ക് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് യൂറോപ്പിന് പോയി. അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞത് അവന് കാർഡ് എടുത്തുകൊണ്ടാണ് പോയത്. ആ കാർഡിന് സർവീസ് ചാർജ് ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കാർഡിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സർവീസാണ് നിങ്ങൾ കൊടുക്കുന്നത്? നമുക്ക് റേറ്റ്സ് നമ്മുടെ കാർഡും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കമ്പയറബിൾ ആണ്. ചില കമ്പനികൾ അവർ ഫീസ് ചാർജ് ചെയ്യത്തില്ല, ഇല്ലെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചിലപ്പോൾ ഹിഡൻ ഫീസ് കാണും. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേനും അവർ കാർഡ് എടുക്കത്തില്ല, ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ അവർക്ക് മിക്ക ATMസിനും അവർക്ക് ഫീസ് ഉണ്ട്. നമ്മുടെ ഗുണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു റേറ്റ് പറയുവാണെങ്കിൽ നിങ്ങൾ എത്ര ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് തരുന്നത്, ആ എക്സാക്ട് വാല്യൂക്കുള്ള ഫോറിൻ കറൻസിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ ഓവർസീസ് പോകുമ്പോഴത്തേന് സ്പെൻഡ് ചെയ്യുമ്പോഴത്തേന് അതിന് വേറെ ചാർജസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. അപ്പം ബെസ്റ്റ് വാല്യൂ ഫോർ മണി കിട്ടുന്നത് ഐ ഹാർഡ് കറൻസി ആയിട്ടാണ്. പിന്നെ നമ്മൾ ഓവർസീസ് പോകുമ്പോഴാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിലൊന്നും അവർ കാർഡ് അക്സെപ്റ്റ് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ അതിനൊരു ഫീസ് കാണും. അപ്പോൾ അതിനേക്കാളും എന്തായാലും നമ്മൾ ഇവിടുന്ന് ക്യാഷ് കൊണ്ടുപോകുന്നത് തന്നെയാണ്. അതെ തീർച്ചയായിട്ടും. അതെ അതെ. നമ്മൾ ഓസ്ട്രേലിയൻ മലയാളികൾക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് വരുന്നത് പുറത്തോട്ട് പോകുമ്പോൾ ക്യാഷ് എടുക്കുക എന്നുള്ളത്. പക്ഷേ അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് ഒരുപാട് മലയാളം മൈഗ്രേറ്റ് ചെയ്ത് വരും. UK എന്നായാലും അയർലൻഡിൽ നിന്നായാലും അതേപോലെ നമ്മുടെ ദുബായ്, മിഡിൽ ഈസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ വരുന്നത്. അവർ വരുമ്പോഴും പൈസ ആയിട്ടായിരിക്കും വരുന്നത്. അത് നിങ്ങളിവിടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? തീർച്ചയായും. നമ്മളിപ്പം സെയിലും പെർച്ചേസും ഉണ്ട്. അപ്പം എല്ലാ മേജർ കറൻസീസിൻ്റെ നമ്മൾ ഇങ്ങോട്ട് മേടിച്ചിട്ട് നമ്മൾ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് പേ ഔട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് എല്ലാം ഒരുമിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവരുടെ ആവശ്യം അനുസരിച്ച് അവർ നമ്മൾക്ക് ഇങ്ങോട്ട് പൈസ ഫോറിൻ കറൻസി നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആയിട്ട് നമുക്ക് പേ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കറൻസി നമ്മൾ കൈ പിടിക്കുന്നുള്ള ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടെന്ന് കൂട്ടിക്ക്, ഇപ്പോൾ നമുക്ക് കാനഡയ്ക്ക് പോകാൻ നമ്മൾ ഒരു 5 ദിവസത്തിന് വേണ്ടി പോകുന്നു, നമുക്ക് $5000 ബഡ്ജറ്റ്. അത് ക്യാഷ് ആണെങ്കിൽ നമുക്ക് $1000 വെച്ച് ഡിവൈഡ് ചെയ്ത് പോക്കറ്റിൽ വെക്കാം. അതെ. ആ സ്ഥാനത്ത് കാർഡാണെങ്കിൽ അൺലിമിറ്റഡ് ആക്സസും ഉണ്ട്. നമ്മൾ ആ സ്ഥാനം നേരെ കൊണ്ടുപോയി ഒരു $15000 ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ അടച്ച് നമ്മുടെ ആ ട്രാപ്പിൽ നിന്ന് മാറി കിട്ടാനായിട്ടുള്ളൊരു നല്ലൊരു ക്യാഷ് ഉപയോഗിക്കുന്നത്. തീർച്ചയായും ആണല്ലേ. നമ്മളിപ്പം എക്സാക്ട്ലി നമുക്ക് എത്രയാണ് ബഡ്ജറ്റ്, നമ്മൾ ആ എക്സാക്ട് ബഡ്ജറ്റിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ സർചാർജുകൾ ഒഴിവാക്കും. ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ പോലും നമ്മുടെ സാധാരണ ഒരു FOS കാർഡ് കീപ്പ് ചെയ്യണതിലും മന്ത്ലി $5, $10, $15 ഇപ്പോൾ ചാർജ് ചെയ്യുന്നുണ്ട്. ഉണ്ട് തീർച്ചയായും. ഇല്ലേ, അത് മാത്രമല്ല നമ്മളിപ്പം കടയിൽ പോകുമ്പോഴത്തെ നമ്മൾ റിയലൈസ് ചെയ്യാത്തതായിരിക്കും, നമ്മൾ കാർഡ് ടാപ്പ് ചെയ്യുമ്പോഴത്തേന് ഓരോ ട്രാൻസാക്ഷന് സർചാർജസ് ഉണ്ട്. അപ്പോൾ അത് ബാങ്ക് ചാർജ് ചെയ്യുന്ന ഒരു സർചാർജ്. നമുക്കിപ്പോൾ അതിൻ്റെ അകത്ത് അപ്പം നമ്മൾ ക്യാഷ് ഉപയോഗിക്കുവാണെങ്കിൽ അതൊന്നുമില്ലാതെ മാക്സിമം വാല്യൂ ഓഫ് മണിയാണ് നമുക്ക് കിട്ടുന്നത്. മറ്റൊരു കാര്യം അതേപോലെ തന്നെ ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ പറയും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ചാർജ് ചെയ്യുമെന്ന് പറയും, ഇല്ലെങ്കിൽ ചാർജ് ഇല്ലെന്ന് പറയും. പക്ഷേ ഈ മെഷീൻ അറിയത്തില്ല ഇത് ക്രെഡിറ്റ് കാർഡാണോ അതെ ഡെബിറ്റ് കാർഡാണോ, എങ്ങനെയായാലും നമ്മുടെ ഇന്ന് സർചാർജ് പിടിക്കും. അത് ഈ ക്യാഷ് ആണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. പക്ഷേ ഈ സർചാർജിനെ കോൺട്രാക്ട് അതിനേക്കാളും നല്ലൊരു സർവീസ്, അതിനേക്കാൾ നല്ലൊരു പ്രൈസിങ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കമ്പയറബിൾ ആണ്. നമ്മൾ പല ട്രാവൽ കാർഡ്സ് ഉണ്ട്. നമുക്കിപ്പം ഫോറിൻ കറൻസി ലോഡ് ചെയ്യാൻ പറ്റുന്ന ട്രാവൽ കാർഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് റേറ്റ്സ് അവർ പറയുന്നത് നോ ഫീസ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് റേറ്റ്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ റേറ്റ്സ് തന്നെയാണ് വൈ ബെറ്റർ. ഓക്കെ. വലിയ ഗ്രൂപ്പുകൾക്ക് കൊടുക്കാറുണ്ടോ, അത് നിങ്ങൾ ഹോൾസെയിലും ചെയ്യാറുണ്ടോ, അത് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ? നമ്മൾ ഹോൾസെയിലും ചെയ്യാറുണ്ട്. പക്ഷെ അതിന് വേറൊരു പ്രൊസീജിയറുണ്ട്. നമ്മൾ ആ കസ്റ്റമറെ നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് ഒരു കോർപ്പറേറ്റ് കസ്റ്റമറായിട്ടാണ് നമ്മളത് രജിസ്റ്റർ ചെയ്യുന്നതാണ്. നമുക്ക് അത് തീർച്ചയായും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. പക്ഷേ അത് ഡിഫറെൻറ്റ് പ്രൊസീജിയറാണ്. അതിനൊരു പക്ഷേ അവരിവിടെ വരേണ്ടി വരും. അതിന് വരേണ്ടി വരും. പിന്നെ അവർക്ക് നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് രജിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ ഒരു അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തേണ്ടി വരും. അതൊരു വേറെ പ്രൊസീജിയറാണ്. അങ്ങനെയുള്ള സർവീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതും ചെയ്യുന്നുണ്ട്. അതെ. റെമിറ്റൻസ് സർവീസസും ഉണ്ട്. നമുക്ക് വെസ്റ്റേൺ യൂണിയൻ മാത്രമേ ഉള്ളൂ നമ്മൾക്ക്. ഇപ്പം അതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫർ സർവീസിന്. നമ്മുടെ മെയിൻ
നമ്മുടെ കറൻസി എക്സ്ചേഞ്ച് തന്നെയാണ്. സ്റ്റുഡൻസ് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, അതല്ല നാട്ടിൽ നിന്നല്ല, ഏത് കൺട്രിയിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് പറ്റും ഒരുപാട് സ്റ്റുഡൻസ് വരുന്നൊരു സ്ഥലമാണ് മെൽബൺ, ഓസ്ട്രേലിയ സ്പെഷ്യലായിട്ട് അല്ലേ. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഏത് കറൻസി ആയിട്ടാണോ വരുന്നത് അവർക്ക് ഇവിടെ വന്നിട്ട് അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ്ലി ഇവർ മാറിക്കൊടുക്കും. അപ്പോൾ അത് ഇവർ അഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ പ്രസ്റ്റണിലാണ്, മെൽബൺ പ്രസ്റ്റൺ ഓസ്ട്രേലിയയിലാണ്. അതേപോലെ തന്നെ ഇവർ ഓൾ ഓവർ ഓസ്ട്രേലിയയും സർവീസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് തന്നെ ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് അതിൻ്റെ പ്രൂഫ് കൊടുത്താൽ മതി. നമുക്ക് പർച്ചേസിന് നമുക്ക് ഇവിടെ വരേണ്ടി വരും. നമുക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾ ഓവർ ഓസ്ട്രേലിയ, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ $5,000 ലിമിറ്റ് വരെ ആണെങ്കിൽ നമുക്ക് ഓൾ ഓവർ ഓസ്ട്രേലിയ നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. അപ്പോൾ എന്താണ് നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്? ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരണം, ഈ ഫോറക്സ് വരണം? നമ്മളിപ്പം ആരുടെ അടുത്ത് വന്ന വലിയ ഗുണമുണ്ടോ എന്ന് അറിയണമല്ലോ. തീർച്ചയായും കുറച്ചു നേരം മലയാളം പറയാം. അതല്ലാതെ നമ്മുടെ റേറ്റ്സ് നമ്മൾ എപ്പോഴും നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ലൈവായിട്ട് അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഗ്യാരണ്ടിയാണ്, നമ്മൾ എന്ത് റേറ്റ്സ് ആണ് ഓൺലൈൻ കാണിക്കുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറി വരുമ്പോഴത്തേക്ക് കിട്ടും. അതൊരു ഗ്യാരണ്ടിയാണ്. അത് മാത്രമല്ല നമ്മുടെ റേറ്റ്സ് ബെറ്റർ ദാൻ മെനി കോമ്പറ്റീറ്റേഴ്സ് ആണ്. നമ്മുടെ വെബ്സൈറ്റ് നോക്കിയാൽ അത് കമ്പയർ ചെയ്ത് നോക്കിയാൽ അത് കാണാൻ പറ്റുമല്ലേ. തീർച്ചയായും. പിന്നെ ഇത് വേറെ കാര്യം വെച്ചാൽ ആരും ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്നതാണ്. അതിൻ്റെ സ്റ്റുഡൻസിൻ്റെതായിട്ടുള്ള എല്ലാ ഫീലിങ്സും അറിയാം. തീർച്ചയായും എല്ലാ കടമ്പകളും കടന്നു വന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ, നാട്ടിൽ നിന്ന് പൈസ കൊണ്ടിരുന്നവർ, അതുപോലെ യൂറോപ്പിൽ നിന്നായാലും ഏത് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരായിട്ടായാലും ആരനുമായിട്ട് ബന്ധപ്പെടാം. അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മളിതിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് റേറ്റ് ചോദിക്കുക. തീർച്ചയായും. അപ്പം നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇപ്പം സെയിം ഡേയിലാണെങ്കിൽ നമുക്ക് ആ റേറ്റ്സ് ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ അവർ വന്ന് ഒരു ഡെപ്പോസിറ്റ് പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ആ റേറ്റ് ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കൺവീനിയൻ്റ് ആണ്. മലയാളിയാണ്, പാലക്കാരനാണ് അല്ലേ, പള്ളിക്കത്തോടുള്ള ആളാണ്. ഹാർഡ് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും ആരുമായിട്ട് ബന്ധപ്പെടുക. ഫോറക്സ് മെൽബൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയാണുള്ളത്, പ്രസ്റ്റണിൽ മെൽബണിലാണുള്ളത്. അത്രയൊക്കെയാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കുക. നമ്മൾ മൺഡേ ടു ഫ്രൈഡേ 10 to 6 ഓപ്പൺ ആണ്. നമ്മുടെ അഡ്രസ് 347 ഹൈ സ്ട്രീറ്റ്, പ്രസ്റ്റൺ. അതെ, പൈസയ്ക്ക് വേണ്ടിയായിട്ട് മെയിൻ വിളിക്കുക. പിന്നെ സ്റ്റുഡൻസ് അങ്ങനെയുള്ള എന്താണ് ചെറിയ ചെറിയ സംശയങ്ങൾക്കൊക്കെ ആയിട്ട് വേണേലും വിളിക്കാം. ആരൻ ഹാപ്പി ടു ഹെൽപ്പാണ് അല്ലേ. 100%. അതേപോലെ തന്നെ യൂറോപ്പിന് പോകണമെന്നുണ്ടെങ്കിലും ആരനെ തന്നെ വിളിക്കുക. ആരന് അതിന് വേണ്ട പൈസ ഒക്കെ ഓർഗനൈസ് ചെയ്ത് തരാൻ സാധിക്കും. വളരെ കോമ്പറ്റീറ്റീവായിട്ടുള്ള പ്രൈസാണ് ഇവർ കൊടുക്കുന്നത് അല്ലേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ഹോളിഡേയ്സും, നാട്ടിൽ പോകുമ്പോഴായാലും പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരറിയാം. നമ്മളായാലും അതെ, നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പൈസ അറ്റ്ലീസ്റ്റ് 10,000 രൂപ ആയാലും കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്ന ആൾക്കാർക്ക് ആരുമായിട്ട് ബന്ധപ്പെടുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക്സ്. താങ്ക് യു സോ മച്ച്.